പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ അതിവേഗ റെയിൽപാതയുമായി ഇ ശ്രീധരൻ മുന്നോട്ട്. പൊന്നാനിയിൽ ഓഫീസ് തുറന്നു. കേന്ദ്ര പദ്ധതിയെപ്പറ്റി സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടതില്ലെന്നും കേന്ദ്രമന്ത്രി തനിക്ക് മുഴുവൻ പവറും നൽകിയിട്ടുണ്ടെന്നുമാണ് ഇ ശ്രീധരന്റെ പ്രതികരണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതിയില്ലെന്ന വിമർശനം LDF UDF ശക്തമാക്കുന്നതിനിടെയാണ് ഇ ശ്രീധരൻ മലപ്പുറം പൊന്നാനിൽ അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി ഓഫീസ് തുറന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടതില്ലെന്നും ഇ ശ്രീധരൻ. ഭൂമിയുടെ സർവേ ജൂൺ 1 പൂർത്തിയാകും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഉയർന്ന വില നൽകുമെന്നും പ്രഖ്യാപനം. ഞാൻ റെയിൽവേ മിനിസ്റ്റർ 16-ാം തീയതി പോയി കണ്ടതാണ്. അന്നാണ് ഈ വിഷയം ആദ്യമായി സംസാരിച്ചും എത്തിച്ചേക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ബഡ്ജറ്റ് ഇടാൻ പറ്റില്ല, എന്തായാലും സ്കൂളിൽ അത് ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ല. റെയിൽവേ മിനിസ്റ്റർ ഗോട്ട് ഫുൾ പവേഴ്സ് ടു ഡു എനി സർവേ എനിവർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ഷുഡ് ഗെറ്റ് ഇൻവോൾവ്. അതേപോലെ ഞാൻ തയ്യാറാണ്. റെയിൽവേയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ ഉൾപ്പെടെയുള്ള ടീമിനെ ഈ സീസൺ തയ്യാറാക്കിയിട്ടുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.